വയനാട് കള്ളാടി തുരങ്കപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെതിരെ തുടർന്ന് കാണാതായവർക്കായുള്ള തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. മീനാക്ഷിപ്പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7ആയി ഉയർന്നു. കാലാവസ്ഥ അനുകൂലമായതും പുഴയിലെ വെള്ളം തെളിഞ്ഞതും തിരച്ചിൽ ദൗത്യത്തിന് വലിയ സഹായമായിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിലാണ് മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത്. പശ്ചിമബംഗാൾ ഈസ്റ്റ് മിഡ്നാപൂർ സ്വദേശി രാകേഷ് ഗുജ്ജതിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. തുരങ്കപാത നിർമ്മാണ കമ്പനിയുടെ സർവേയറായിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി എംബാം ചെയ്യുന്നതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. കൺസ്ട്രക്ഷൻ മാനേജർ വിക്രം റാണയെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 3 പേരുടെ മൃതദേഹമാണ് വ്യാഴാഴ്ച കണ്ടെത്താനായത്. സർവേയറായ ഉത്തർപ്രദേശ് സ്വദേശി അസ്ഹറുദ്ദീൻ അൻസാരി, എഞ്ചിനീയറായ ഹിമാചൽ സ്വദേശി രാഹുൽ ശർമ്മ, എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹം വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തി. ഇന്നലെ രാവിലെ 9 മണിയോടെ മീനാക്ഷി പാലത്തിന്റെ ഇടതുവശത്തു നിന്നാണ് ഇമ്രാന്റെ മൃതദേഹം ലഭിച്ചത്. മീനാക്ഷിപ്പുഴയിൽ ബസ് വീണതിന് സമീപത്തു നിന്ന് 10 മണിയോടെ എഞ്ചിനീയർ രാഹുൽ ശർമ്മയുടെ മൃതദേഹവും 12 മണിയോടെ പുഴയുടെ വലതുഭാഗത്തു നിന്ന് ഉത്തർപ്രദേശ് വാരണാസി സ്വദേശി അസ്ഹറുദ്ദീൻ അൻസാരിയുടെ മൃതദേഹവും ലഭിച്ചു.